യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഈ അഭിഷേകം ഉള്ളവനെ ഉപദേശിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നിങ്ങൾക്ക് സകലതും ഈ അഭിഷേകം നിങ്ങൾക്ക് സകലതും എന്ത് ചെയ്യും? ഉപദേശിച്ച് തരും. നിങ്ങൾ അവനിൽ വസിപ്പി. ഹല്ലേലൂയ. ഇന്ന് ഈ വ്യക്തി പ്രസംഗിക്കുന്ന ദൈവവചനമാണോ? ഈ ബൈബിൾ എടുത്ത് നിൽക്കുന്ന വ്യക്തി ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവനാണോ അല്ലയോ എന്ന് സംശയം തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് തോന്നാറുണ്ട്. പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഇന്നേരം തോന്നത്തില്ലായിരിക്കും, പക്ഷെ ചിലപ്പോൾ തോന്നിപ്പോല്ലേ. പക്ഷെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവന് അവന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവന് വിവേചിക്കാനുള്ള കഴിവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പറഞ്ഞത് ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തു നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നതിനെ കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ധർമ്മം. എന്നാൽ യേശു ക്രിസ്തുവിൽ നിന്ന് ഒരാളെ പതുക്കെ വ്യതിചലിപ്പിച്ച് മറ്റു പലതിലേക്ക് തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ നൽകുന്നതിന് പകരം മറ്റ് പലതുമാണ് നൽകുന്നതെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവല്ല, മറ്റൊരാത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനം, അങ്ങനെയുള്ളവരുടെ ഉപദേശത്തിൽ നിൽക്കേണ്ട കാര്യം കേൾക്കുമ്പോഴേ പിടികിട്ടും ദൈവാത്മാവുള്ളവൻ. ഇപ്പൊ ദൈവാത്മാവുള്ളവൻ അറിയാം ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. 2 പത്രോസ് 2:1 വായിച്ചാണ്. 2 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം. കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ദുരുപദേശകന്മാർ ഉണ്ടാവും. അവരെന്ത് ചെയ്ത് നാശകരമായ മതഭേദങ്ങളെ തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. കേട്ടോ, ഭയങ്കര മതത്തിന്റെ സാധനം പഠിപ്പിക്കും. അതാണ് റിലീജിയസ് ഫനാറ്റിസം, മതഭ്രാന്തത്വം അവർ പഠിപ്പിക്കും. വസ്ത്രധാരണ രീതിയിൽ, നടപ്പിൽ, പ്രകൃതിയിൽ എല്ലാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. ഭയങ്കരമായിട്ട് അതിലോട്ട് എന്ത് ചെയ്യും? നമ്മളെ കൊണ്ടെത്തിക്കും. പക്ഷേ കേൾക്കുന്നവനെ മറിച്ചു കളയുന്നൊരു പണി അവളുണ്ട്. എന്താണെന്നറിയാവോ? വിലയ്ക്ക് വാങ്ങിയവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കളയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? അവസാനമുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്നവനെയാണ് എന്ത് ചെയ്യേണ്ടത്? അവനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ മറ്റു പലതിലേക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ശ്രദ്ധയെ ആര് തിരിച്ചു കളയും? പിശാച് പദ്ധതി ഇട്ട് കളയും. അപ്പൊ ഇതിനെ വിവേചിച്ചറിയണമെങ്കിൽ ആരുടെ കൃപ ഉണ്ടാകണം? പരിശുദ്ധാത്മാവിന്റെ കൃപ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിലൂടെയാണ് ഒരുവൻ ശുശ്രൂഷിക്കുന്നതെങ്കിൽ അവന്റെ പ്രസംഗത്തിൽ ഉടനീളം വെളിപ്പെടുന്നത് ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന പരമയാഗമായി മാറിയ, നമുക്ക് വേണ്ടി ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന യേശു കർത്താവിനെ കുറിച്ചും ആ കർത്താവിന്റെ രക്തത്തെ കുറിച്ചും അത്രേ, ആ രക്ത ഉടമ്പടിയെ കുറിച്ച് അത്രേ. ഹല്ലേലൂയ. അതിൽ നിന്നും മറ്റു പലതിലേക്കും നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ജുഡായിസത്തിന്റെ കഥകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ, യൂതമതത്തിന്റെ കഥകളാണ് പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടാകുന്നതെങ്കിൽ ആ പ്രസംഗം ദുരുപദേശമാണ്, ആ പഠിപ്പിക്കൽ ദുരുപദേശമാണ്. ദുരുപദേശത്തിനെതിരെ പടവാൾ ഉയർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവങ്ങൾ പലപ്പോഴും പലരുടെ പ്രസംഗങ്ങളും പഠിപ്പിക്കലും ഒക്കെ കേൾക്കാറുണ്ട്. അവർ രോഗസൗഖ്യങ്ങൾക്കെതിരാണ്. കുറെ പഠിപ്പിക്കും ദുരുപദേശത്തിനെതിരെ പ്രസംഗം കൊണ്ടുവരിക, പക്ഷെ പഠിപ്പിക്കുക എന്താണ്?
ദൈവം തന്ന രോഗം, ദൈവം തന്ന ദുഃഖം നിന്നെ ചിലതിലൂടെ കയറ്റിവിട്ട് നിന്നെ നന്നാക്കുവാനായി അവൻ നിനക്ക് ഒരു പ്രശ്നം കൂടെ തന്നു. യേശു കർത്താവിന്റെ അടുത്ത് ചെന്ന ഒരു രോഗിയോടും എന്റെ കർത്താവ് അങ്ങനെ പറഞ്ഞതായിട്ട് ഒരു വാക്യവും കാണുന്നില്ല. ഹല്ലേലൂയ. ഇവന്റെ അമ്മയോ അപ്പനോ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമാണോ ഇവനിത് സംഭവിച്ചതെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്രേ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ചെന്നിടത്തെല്ലാം സ്ഥലകാലം പഴയ തത്വങ്ങളുടെ വകുപ്പുകളൊന്നും നോക്കാതെ ദൈവം അത്ഭുതം, സർവശക്തനായ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. കുരുട്ട് കണ്ണുകളെ തുറന്നു, രോഗികൾക്ക് സൗഖ്യമുണ്ടായി, ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതലുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ വിടുതൽ നൽകുന്ന ദൈവത്തെക്കുറിച്ച് ഒരു ബോധ്യം യേശു കർത്താവിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുകയാണ്, എന്റെ പിതാവിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ ആരാന്ന് അറിയണം. അല്ലെ, എന്റെ പിതാവിനെ അറിഞ്ഞാൽ ഞാൻ ആരാന്ന് അറിയാൻ പറ്റും. ഞാൻ ആരാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നിലൂടെ ആരെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു? പിതാവിനെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടാക്കന്മാരുടെയും വഞ്ചനയെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് ആവശ്യമാണ്. അഭിഷേകം വരുമ്പോൾ പ്രത്യേകിച്ച് ഉപദേശിച്ച് തരണ്ട, അവർ പിടികിട്ടും. ഈ പറഞ്ഞു പിടിപ്പിക്കുന്നതല്ല എന്താണ്? ഹല്ലേലൂയ. അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റു പലതും പ്രസംഗിച്ച് ജനത്തെ കുറേയേറെ നേരം മറ്റൊരു തലത്തിൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ അസ്വസ്ഥരാക്കി, കരയിപ്പിച്ച്, ദുഃഖിതരാക്കി, പ്രയാസത്തോടെ അവിടുന്ന് ഇറക്കി വിടുമ്പോൾ വാസ്തവത്തിൽ കർത്താവിന്റെ നെഞ്ചുവേദനിക്കുക, അല്ലെങ്കിൽ കർത്താവിന്റെ ഹൃദയം പിടക്കുക. ഹല്ലേലൂയ. കാരണം 6 പേരിലെ ശുശ്രൂഷ നടക്കുന്നത്, 6 പേരിലെ ശുശ്രൂഷ നടക്കുന്നത് യേശു കർത്താവിന്റെ പേര് ബോർഡ് വെച്ചിട്ടുണ്ട്. യേശു കർത്താവ് മാത്രമുള്ള വിടുതലിനെ കുറിച്ചൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രസംഗം മുഴുവൻ എന്തോ യഹൂദന്റെ കഥകൾ മാത്രം. യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങളെ കുറിച്ചോ അല്ലെ യേശു കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചോ യേശു കർത്താവിൽ നിറയപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചോ പരിശുദ്ധാത്മാവിന്റെ നിറമെന്ന് തിരിച്ചറിഞ്ഞ സഭയെ കുറിച്ചോ പ്രസംഗമില്ല. പകരം പ്രസംഗം മുഴുവൻ എന്തിനെ കുറിച്ച്? യൂതമതത്തെ കുറിച്ച്, അമ്മൂമ്മ കിഴവി കഥകളെ കുറിച്ച്. ഹല്ലേലൂയ. ഭക്തികെട്ട അമ്മൂമ്മ കിഴവി കഥകളെ കുറിച്ചുള്ള പ്രസംഗം. ഹല്ലേലൂയ. യുക്തിക്കും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത യഹൂദന്റെ തത്വങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ, 2 പത്രോസ് 2:1 നമ്മളിപ്പോ വായിച്ചത്. 2 കൊരിന്ത്യൻസ് 1:21. 2 കൊരിന്ത്യൻസ് 1-21 വാക്യം. അത് പൂർണ്ണമല്ല വായിച്ചത്, എന്നാലും സമയത്തിന്റെ പരിമിതി മുഖാന്തരം അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. 2 കൊരിന്ത്യൻസ് 1:21 വായിച്ചാൽ, ഞങ്ങളെ നിങ്ങളുടെ കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പൊ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന പ്രോസസ് എങ്ങനെ നടക്കും? അഭിഷേകത്തിലൂടെ ഉണ്ടാകും. അഭിഷേകം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിൽ ഉറച്ചുവെന്ന. മനസ്സിലാവുന്നുണ്ടോ? ഏറെ നേരം കൈയടിച്ചതോ തുള്ളിച്ചാടി ആരാധിച്ചതോ അതല്ല, ക്രിസ്തുവിൽ ഉറച്ചു എന്നുള്ളതാണ് അഭിഷേകത്തിന്റെ പ്രകടമായ തെളിവ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ആരാധിക്കുക. പക്ഷെ ആരാധിക്കുന്ന ആരെയാന്ന് അറിഞ്ഞു വേണം ആരാധിക്കാൻ. എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം ആരാധിക്കാൻ. ഹല്ലേലൂയ. ഇനി ആരാധന എവിടേക്കാണ് ചെല്ലുന്നത്, അതിന്റെ റിസൾട്ട് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം ആരാധിക്കുക. ആ വാക്യം ഒന്നിനോ വായിച്ചാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. 1 യോഹന്നാൻ 2:18 വാക്യം. 1 യോഹന്നാൻ 2:18. നമ്മൾ 1 യോഹന്നാനിലാണ് തുടങ്ങി. 1 യോഹന്നാൻ 2:27 വായിച്ചു തുടങ്ങിയത്. അതിന്റെ 18 വാക്യം, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യ നാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നുവെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴിക ആകുന്നുവെന്ന് നമുക്കറിയാം. അപ്പൊ എതിർ ക്രിസ്തുവിനെയും എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിനക്കൊരു ജയമുണ്ടാകത്തുള്ളൂ. അതെങ്ങനെ അറിയും? പരിശുദ്ധാത്മാവിലൂടെ അറിയും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ലഭിക്കുന്ന അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ദുഷ്ടന്റെ ഒരു കളിയും ഒരു തന്ത്രവും നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. ആ തത്വം ഈ തത്വം കണ്ട അവിടെ പുതിയൊരു തിയറി ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ ആരിൽ നിറഞ്ഞിരിക്കുക? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. എന്നെ നിഴലിടിക്കുന്നിടത്ത് ബന്ധനങ്ങൾ അഴിയുന്നേ. നീ ബന്ധിക്കപ്പെട്ടവനാന്നുള്ള പ്രസംഗം നടത്തുന്നവന് അതും കേട്ട് തല കുനിച്ചു പോകാനല്ല. അങ്ങനെ ബന്ധിക്കപ്പെട്ട ബന്ധത്തെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നീയൊന്നും രക്ഷപ്പെടത്തില്ലെന്നുള്ള ആ തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ക്രിസ്തു നടത്തിയ കാൽവരി കൊലക്കളത്തിൽ എന്റെ കർത്താവ് ചെയ്ത പൂർത്തീകരണ ശുശ്രൂഷ മറച്ചു വെച്ചുകൊണ്ട് മറ്റു പലതും ഇതുപോലുള്ള വിഷയങ്ങൾ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്നിടത്ത് ആ തലങ്ങളിൽ നിൽക്കുന്നവർക്കും നിങ്ങൾ സ്വാതന്ത്ര്യം നൽകേണ്ടതാണ്. അങ്ങനെ ഒരു കൂട്ടത്തെ കണ്ടാൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, കർത്താവേ, അവർക്ക് അങ്ങനെ നിറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മയെ അവർക്ക് പകരണമേ, അവരിലേക്ക് പകരണേ. അപ്പം അതിനകത്ത് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അങ്ങേ കൊതിക്കുന്നവർ, പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടി കൊതിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെ ഒന്ന് നിറയ്ക്കണം. അവരിലൂടെ സത്യം ആ സഭയ്ക്കകത്തോട്ട് ഇറങ്ങണേ. അപ്പം ആ സഭയ്ക്കകത്ത് പറയുമ്പോൾ ആ ഓർഗനൈസേഷനകത്ത് സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് കൊടുക്കാത്തടത്ത് സഭ എന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തുവിനെ നൽകാത്തടത്ത് നൽകുന്നില്ല എങ്കിൽ അത് സഭയല്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ കർത്തൃത്വത്തെ നിരാകരിക്കുന്ന സംവിധാനങ്ങൾ വളരുന്നത് സഭയല്ല. അപ്പം ആ സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടനയിലുള്ളവർക്ക് ആ ബോധ്യം കൊടുക്കണേ. അപ്പം അവരെ വെറുക്കാനോ അവരോട് എതിർക്കാനോ അല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ കള്ളപ്രവാചകന്മാരുടെയും കള്ളദൂതിന്റെയൊക്കെ മുന്നിൽ തലകുലിച്ച് ഭാരപ്പെട്ട പ്രയാസത്തോട് നിലവിളിക്കേണ്ടി വരുന്നത്. അതിന് സ്വാതന്ത്ര്യം അനുഭവിക്കുക. ആ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണതലത്തിൽ അവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവേ അങ്ങയുടെ കൃപ അവിടെ മേലിറങ്ങണം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ ചലിക്കേണ്ടതിന് നമ്മുടെ ദൈവം അഭിഷേകം കൊണ്ട് നിറച്ചിരിക്കുന്നു. 20-ാം വാക്യം 20. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയും. അതാ ഞാൻ പറഞ്ഞ് കളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അതിതും പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു തിയോളജിന്റെ ഒരു സ്കോളറിന്റെ ഒരു പണ്ഡിതന്റെ വാക്കിന് മുമ്പിൽ തലകുനിച്ച് കൈകൂപ്പേണ്ട കാര്യം നിനക്ക് വരുത്തില്ല. കാരണം നീ ആരാ നിറയപ്പെട്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എഴുതി വെച്ച് തയ്യാറാക്കിയ കുറെ തത്വങ്ങൾ, ആ തത്വങ്ങൾ തലമുറ കൈമാറി പഠിപ്പിച്ചു വരുന്ന ഹല്ലേലൂയ അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ചില സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കി ജനങ്ങളുടെ പണത്തെ ജനങ്ങളുടെ പോക്കറ്റ് വലിച്ചു കീറാൻ പദ്ധതിയിട്ട് നടക്കുന്ന സംവിധാനങ്ങൾക്ക് ഒരു മറുപടിയായി ഈ ലാസ്റ്റ് ഡേ മിനിസ്ട്രി ഓഫ് ദ ബ്രൈഡിലെ ഓരോ വ്യക്തികളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ചേർന്ന് ഒരുക്കി കൊടുക്കുന്ന സ്തുതിച്ചാൽ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. യാക്കോബ് 5:14 വായിച്ചാൽ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ സൗഖ്യമാക്കുന്ന അഭിഷേകം കേട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സകലത്തെയും വിവേചിക്കുന്ന അഭിഷേകം, വ്യാജ നാണയങ്ങളെ കള്ളപ്രവാചകന്മാരുടെ തത്വങ്ങളെ മനസ്സിലാക്കുവാനുള്ള വിവേചനം തരുന്ന അഭിഷേകം, ശരിയും തെറ്റിനെയും കുറിച്ച് ബോധ്യം നൽകുന്ന അഭിഷേകം, ധൈര്യം നൽകുന്ന അഭിഷേകം, സൗഖ്യം നൽകുന്ന അഭിഷേകം.
ഹല്ലേലൂയ. സഭയിലെ മൂപ്പൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ഉണ്ടാകും, ബന്ധന വഴി. മൂപ്പൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് വാക്ക് എന്താ? അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? അത് നോക്കിക്ക്, എന്താ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ വിവർത്തനം നോക്കിക്ക്. എൽഡേഴ്സ് ഓഫ് ദ ചർച്ച് അല്ലേ? ഹല്ലേലൂയ. എൽഡേഴ്സ്, പാസ്റ്റേഴ്സ് അല്ലേ? മറ്റൊരു തലം പഠിച്ചു കഴിഞ്ഞാൽ അഭിഷേകം ഉള്ളവനല്ലേ അഭിഷേകം അല്ലേ? അഭിഷേകം പകരാൻ അകത്തില്ലാത്തവന് പകരാൻ സാധിക്കൂ? നിങ്ങളോട്ട് ശക്തി പകരട്ടെ എന്ന് പറഞ്ഞാൽ ഈ ശക്തി പകരാൻ അകത്തുള്ളവനല്ലേ പകരാൻ പറ്റത്തുള്ളൂ. ഒരു പാത്രത്തിനകത്ത് നിറഞ്ഞിരുന്നാലല്ലേ അതിന് മറ്റൊരു പാത്രത്തിലേ പകരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം ബന്ധിക്കപ്പെട്ടവൻ ബന്ധനെ അഴിപ്പാൻ കഴിവുള്ള അഭിഷേകം, രോഗികളെ സൗഖ്യമാക്കാൻ കഴിവുള്ള അഭിഷേകം, എണ്ണ തേച്ചു പ്രാർത്ഥിക്കട്ടെ. വൈദ്യന്മാര് പറഞ്ഞു സുഖപ്പെടുത്തില്ലെന്ന്, സഭയിലെ മുമ്പം പറഞ്ഞു സുഖമാകുമെന്നേ. ബുദ്ധിക്ക് അതീതമായത് വിശ്വസിച്ചു. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ചു, ആദാവിന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. രോഗസൗഖ്യം പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് അല്ലേ? യേശു കർത്താവ് എവിടെയുണ്ടോ അവിടെ രോഗസൗഖ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര നിരീശ്വരവാദം വളർന്നാലും ഇന്നലത്തെ നിരീശ്വരവാദം നാളത്തെ വിശ്വാസിയെ മാറുന്നതിന് പിന്നിലെ കാരണം ഇതിനെ കൊന്നെടുക്കുവാൻ, ഒരു നിരീശ്വരവാദിയെ കൊന്നെടുക്കുവാൻ തക്കവണ്ണം ഒരു പ്രവൃത്തിയും ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളും ഒരു ഭരണകൂടവും നടത്തിയതായിട്ട് അങ്ങനെ നമുക്ക് കേട്ടിട്ടില്ല. ചില രാഷ്ട്രങ്ങളിൽ ചില നടപടിക്രമങ്ങളൊക്കെ ചില സംവിധാനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനെതിരെ സംഘടിതമായ ചില സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലോകത്തെമ്പാടുമുള്ള വിഷയങ്ങൾ എടുത്ത് നോക്കിക്കൂ. ക്രിസ്ത്യാനിറ്റി നേരെക്കുണ്ടായ ഒരു കടന്നാക്രമണം പോലെ ഏതെങ്കിലും ഒരു വിശ്വാസ സംവിധാനത്തിന് നേരെ എന്തെങ്കിലും കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. വചനം പറയുന്നവരെ ഓടിച്ചിട്ട് അടിക്കുന്ന സംവിധാനം. ഒരു പ്രശ്നം വന്നാൽ, ഒരു വിഷയം വന്നാൽ സംഘടിതമായി ഒന്നിച്ചുകൂടി ഹല്ലേലൂയ വണ്ടികൾ തടയുന്ന സംവിധാനമോ കൊടിപിടിച്ച് മാർച്ച് നടത്തുന്ന സംവിധാനമോ ഒന്നും ഇല്ലാത്ത ഒരു വിശ്വാസ തത്വത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തെ വാളും വടിയും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് നേരിടുന്ന സംഘടിതമായ സംവിധാനം. കത്തിച്ചു കളയുന്നു, കൊന്നുകളയുന്നു, ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കുന്നു. എന്നിട്ടും ഇത് വളരുന്നു. ഹല്ലേലൂയ. എവിടൊക്കെ തകർക്കാൻ ശ്രമിച്ചോ അവിടൊക്കെ ഇവന് ശക്തിയോടെ വളർന്നു. വാളിനോ വടിക്കോ ആയുധങ്ങൾക്കോ സംഘടനാ ശക്തികൾക്കോ ഒതുക്കാൻ പറ്റാത്ത അഭിഷേകം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ, അതിന്റെ പ്രവൃത്തിയെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. സ്തോത്രം. മാറാ രോഗങ്ങൾ കടിമകളായി ഡോക്ടർമാർ കൈവിട്ട എത്രയോ പേർ ദൈവനാമത്തിൽ അതിശക്തമായി നിൽക്കുന്നു. അത് കണ്ടിട്ടും അതൊന്നും ചുമ്മാ എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഹല്ലേലൂയ അത് യുക്തിബോധമല്ല. യുക്തിബോധം ശരിയായി പരിശോധിക്കും, എത്രത്തോളം അത് ശരിയാണ്. അവിടെ ഇവിടെ പുസ്തകം നിന്ന് കുറിപ്പ് തയ്യാറാക്കുന്നതല്ല, അത് നടന്ന് കണ്ട് തൊട്ട് മനസ്സിലാക്കും എന്താണെന്ന്. ഹല്ലേലൂയ. അതാ യുക്തിബോധം. യുക്തി കൊണ്ടത് പരിശോധിക്കും. ആരുടെയെങ്കിലും ഒരു വിവർത്തന പുസ്തകം എടുത്തു വെച്ച് പഠിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു പ്രൊഫസറിന്റെ പ്രസംഗം കേട്ട്, ഇപ്പൊ പ്രൊഫസർ എന്ന് പേരുള്ള വല്ലതും ഉണ്ടല്ലോ നിരീശ്വരവാദികളുടെ തലത്തൊട്ടപ്പന്മാർ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസംഗം എടുത്തു വെച്ച് അത് വിശ്വസിച്ച് അതിൻ പ്രകാരം ചലിക്കുന്നതല്ല. യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തലങ്ങൾ എന്ത് ചെയ്യും? വിവേചിച്ച് കണ്ടെത്തും. അതാ സംഘത്തിന് പുസ്തകത്തിൽ ഇപ്രകാരമുണ്ട്: ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കും. മനസ്സിലാകുന്നുണ്ടോ? ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാ. അവൻ അന്വേഷിക്കട്ടെ. ഇല്ലെന്ന് പറയാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന്. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകുന്നു, ക്യാൻസർ ബാധിച്ചവർ സൗഖ്യമാകുന്നു, HIV ബാധിച്ചവർ സൗഖ്യമാകുന്നു, ബന്ധിക്കപ്പെട്ടവർ സൗഖ്യമാകുന്നു, കടം കയറി ആത്മഹത്യക്ക് പദ്ധതിയിട്ടവർ വിടുതൽ പ്രാപിച്ച് വലിയ വലിയ കർത്താവിന്റെ നാമത്തിൽ വലിയ വലിയ പ്രവർത്തികൾ ചെയ്യുന്നു. മദ്യപാനികളായവർ, മയക്കുമരുന്നിന് അടിമകളായവർ, ഹല്ലേലൂയ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും മോചനം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഹല്ലേലൂയ ലോകം വിധികൽപ്പിച്ച
വെച്ചവർ, അതിൽ പല ഡി അഡിക്ഷൻ സെന്ററുകളും ഇനി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ തലകളിൽ നിന്നിട്ടുള്ളവർ, അവരൊക്കെ ശക്തന്മാരായ ശുശ്രൂഷകരായി ദൈവനാമത്തിന്റെ മഹത്വമേറിയ പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടും. ഹല്ലേലൂയ. അതൊക്കെ കണ്ടിട്ട് ഹല്ലേലൂയ, അതിനെ ശരിയാവണ്ണം പരിശോധിക്കാതെ പലതും വിളിച്ചു പറയുവാൻ, അങ്ങനെ വിളിച്ചു പറയുന്നവർക്ക് പരിശോധിക്കുവാൻ ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ പ്രശ്നത്തിന് പരിഹാരമായി അഭിഷേകത്തിൽ നിറഞ്ഞവരെ വിളിക്കുക, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ലൂക്കോസ് 4:18, ലൂക്കോസ് 4-ാം അധ്യായം 18-ാം വാക്യം. ലൂക്കോസ് 4:18 വായിച്ചാൽ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ അഭിഷേകത്തിന്റെ റോൾ എന്താണ്? ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് മാത്രമല്ല, പിന്നെന്താണ്? ആത്മീയ ദാരിദ്ര്യം. നീ ആത്മീയ വിഷയങ്ങളിൽ സമ്പന്നനായാൽ ബാക്കി എല്ലാതും അതിന്റെ പിന്നാലെ വരുമെന്ന വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തതിന്റെ വലിയൊരു പദ്ധതി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ബാക്കി വായിച്ചാണ്. കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. സർവശക്തന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. സർവശക്തന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാർക്ക് അവരെ വിടുവിച്ചയപ്പാനും എന്റെ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കും. ഓക്കെ, ആ പൗതികളൊന്നും എടുത്ത് നോക്കിക്കേ. ബദ്ധന്മാർ, കുരുട്, പിന്നെ ആരൊക്കെ? പീഡിതർ. എന്നിട്ട് നോക്കിക്കേ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ദരിദ്രന്മാർ, കുരുടന്മാർ, ബദ്ധന്മാർ, പീഡിതന്മാർ. ഇതെല്ലാം ആരുടെ പ്രൊഡക്റ്റാണ്? എവിടെ ഇരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. പറഞ്ഞ് സഭ അനങ്ങുന്നില്ല. 10:10 എന്താ ഇരിക്കുന്നത്? അറക്കാനും മുടിപ്പാനും കള്ളനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പം സമൃദ്ധിയായ ജീവൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ബന്ധിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിശാചിന്റെ പണി അവിടെ ഉണ്ട്. അറക്കാനും മുടിപ്പാനും ഒരുവന്റെ സാന്നിധ്യം നിന്റെ മേൽ വരുന്നുണ്ട്. അതിനെ ജയിക്കുവാൻ, അതിന്മേൽ ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടും. അല്ലെങ്കിൽ അഭിഷേകം നിന്റെ അകത്ത് എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു? ഒന്ന്, വിവേചനത്തിന്റെ അധികാരം നൽകും. അല്ലേ? എന്റെ മുമ്പിലായിരിക്കുന്ന വ്യക്തി എപ്രകാരമുള്ളതെന്ന് ആത്മാവിൽ വിവേചിക്കുന്നു. ഇവൻ ചലിക്കുന്നത്, ഇവൻ പറയുന്നത് ഏത് ആത്മാവിലെന്ന് തിരിച്ചറിയാനുള്ള കൃപയുണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ധൈര്യമുണ്ടാകും. ദുഷ്ടശക്തികൾക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യമകത്തുണ്ടാകുമ്പോൾ ധൈര്യമുണ്ടാകും. ഹല്ലേലൂയ. ഒരുക്കി കൊടുന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. ബന്ധിക്കപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, പീഡിതർക്ക് ഈ സാധനങ്ങളെല്ലാം പിശാചിന്റെ വക, ഈ ഐറ്റങ്ങളെല്ലാം ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബലം പകർന്നിരിക്കുക. ആ ബോധ്യമുള്ളവർക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. അരുമനാഥ പ്രിയപിതാവേ ഈശോ, ഇന്ന് വചനം കേട്ട സകലമേൽ വലിയ പദ്ധതികൾ, വലിയ മറുപടികൾ തന്നതിനെ ഓർത്ത് ഞാൻ നശിച്ചു പോകാനുള്ളവനല്ല, തകർത്ത് കളയുമെന്ന് എന്നെ ചൊല്ലി വാദിക്കുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവം എന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. നിന്റെ നാശം കൊതിക്കുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവം നിനക്ക് ഉയർച്ച നൽകും. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാസ്റ്റ് മിനിറ്റ് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലിറങ്ങട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.